ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ സെയിൽ ചെയ്യുന്ന സ്ട്രോബെറി കേക്ക് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇതേപോലെ നമ്മുടെ സ്പഞ്ച് നോർമൽ വാനില സ്പഞ്ചിൽ ചെയ്യുമല്ലോ നമ്മൾ, ആ ഒരു രീതിക്ക് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് സ്ട്രോബെറിൻ്റെ എസൻസ് ആഡ് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ലെയറിൽ നമ്മൾ ഫുള്ള് ക്രം കോട്ട് ചെയ്യുന്ന ക്രീമിൽ വരെ സ്ട്രോബെറീൻ്റെ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ക്രീമിൽ നല്ല രീതിയിൽ സ്ട്രോബെറീൻ്റെ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഈ ഒരു ലെയറിൽ സ്ട്രോബെറിൻ്റെ ക്രഷ് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റുമാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അടുത്ത ലെയറിലായിട്ട് ഞാൻ ആ ഒരു ലെയറിലേക്ക് സ്ട്രോബെറിൻ്റെ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 2 ലെയറിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രോബെറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് നിൽക്കും, നല്ല മധുരമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ലെയറിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ നല്ല രീതിക്ക് നമ്മൾ ആ ഒരു ക്രം കോട്ട് ചെയ്യുന്ന ക്രീമിൽ സ്ട്രോബെറിൻ്റെ ക്രഷ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ക്രഷ് മലാസിൻ്റെ സ്ട്രോബെറി ക്രഷാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുന്നേ ഞാൻ ഒരെണ്ണം മേടിച്ചത് വേറൊരു ബ്രാൻഡാണ് കേട്ടോ, അതെനിക്ക് അത്രയും ടേസ്റ്റുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ബ്രാൻഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ടോപ്പിലേക്ക് വീണ്ടും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാമത്തെ ലെയർ കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊടുത്ത് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് വരെ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ക്രഷ് ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. ബാക്കിയുള്ള ഡെക്കറേഷൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വീട്ടിലെല്ലാവർക്കും നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. മോള് ഭയങ്കര നിർബന്ധമായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ബാക്കി ഫൈനൽ ഡിസൈനൊക്കെ ഞാനിവിടെ ലാസ്റ്റ് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് വരെയുള്ള വീഡിയോ മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ടോപ്പിൽ ചോക്ലേറ്റ് ഗനാഷ് വേണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ നമ്മൾ ഈ ഒരു ഗനാഷിൻ്റെ ഭാഗം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി ഡെക്കറേഷൻ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഓറിയോൻ്റെ ബിസ്ക്കറ്റും ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ടാണ് ഫൈനൽ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് അത്ര ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ടോപ്പിൽ ഞാൻ ഇതേപോലെ പാലറ്റ് നൈഫിൻ്റെ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമായിട്ട് സൈഡ് ഫുള്ളായിട്ട് ഡ്രിപ്പിങ് കറക്റ്റ് വീണിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഗനാഷ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് രണ്ടിൻ്റെയും ഞാൻ ലാസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.